Welcome to KAS Economics Hub, deciphering economics for competitive exams. Now it is fifth plan. The chairman was Indira Gandhi. The draft of fifth plan was prepared by D.P. Dharana. And you can see the objectives. Fifth plan removal of poverty, Garibi Hatao, and attainment of self-reliance. So fourth plan സമയത്ത് മുഴുകി കേട്ട ആ ഒരു സ്ലോഗൻ ആണെന്ത് ഫിഫ്ത്ത് പ്ലാൻ ഡോക്യുമെന്റ് തന്നെ വരുന്നത് poverty eradication and attainment of self-reliance. And there was special focus on agriculture production, defense and employment. നമ്മുടെ കാർഷിക മേഖലയിലും ഡിഫൻസ് മേഖലയിലും ഒരു സെൽഫ് റിലയൻസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഫോക്കസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗാർഗിൽ ഫോർമുലയായിരുന്നു ഫിഫ്ത്ത് പ്ലാൻ സമയത്തും ഈ പറഞ്ഞ ഫണ്ട് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. ആൻഡ് ഡ്യൂറിംഗ് ദിസ് ഫിഫ്ത്ത് പ്ലാൻ വേരിയസ് ഇവന്റ്സ് നോക്കുമ്പോൾ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് വാസ് അമെൻഡഡ്. സോ ഈ അമെൻമെന്റ് വഴി കേന്ദ്ര ഗവൺമെന്റിനും പവർ ജനറേഷനും ട്രാൻസ്മിഷനും എൻട്രി ചെയ്യാന്ന് പ്രൊവിഷൻ ഉണ്ടാക്കി. സോ 75 ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് വാസ് അമെൻഡഡ്. സോ വിച്ച് enabled the central government the power to enter into power generation and transmission. അതുപോലെ ICDS സ്കീം 75 ഒക്ടോബറിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗം വരുന്നതാണ് നമ്മുടെ അംഗൻവാടി സിസ്റ്റം. അത് ICDSന്റെ ഭാഗമായി വരുന്ന ഇനിഷ്യേറ്റീവ് ആണ്. അതുപോലെ 20-point പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ്. സോ 20-point പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സർക്കാർ അടുത്ത 5 വർഷം ഫോക്കസ് ചെയ്യുന്ന 20 priority areas government ഫിക്സ് ചെയ്തു. So you can see the areas like poverty, employment, education, health, housing, agriculture, land reforms, then irrigation, drinking water. എന്നിങ്ങനെ 20 മേഖലകൾ 20 ഏരിയാസ് ഗവൺമെന്റ് ഫോക്കസ് ചെയ്തു. അതാണ് എന്ത് ഈ 20-point പ്രോഗ്രാം എന്ന് പറഞ്ഞത്. സോ 20-point പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ മിനിമം ഇത്ര ഏരിയാസ് അവിടെ ഇംപ്രൂവ്മെന്റ് ഗവൺമെന്റ് കൊണ്ടുവരും. അവിടെ വേണ്ട ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്യും. അവിടെ വേണ്ട ഇംപ്രൂവ്മെന്റ് ഗവൺമെന്റ് ചെയ്യും. ആൻഡ് the main aim of this 20-point program is to eradicate the poverty in the country. നമ്മുടെ poverty eradication നടപ്പിലാക്കുക, അതേപോലെ തന്നെ ആളുകളുടെ ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ചെയ്യുകയാണ് ഇതിൽ എയിം ചെയ്യുന്നത്. ആൻഡ് during this fifth plan you can see on the 1975 നമ്മുടെ infamous national emergency was declared. So ആ സമയത്തെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. Now we can see the other events during this fifth plan. During this time, the government hand over a new function to RBI. ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഒരു പുതിയ ഫംഗ്ഷൻ ഗവൺമെന്റ് ഈ സമയത്ത് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. മെയിൻലി ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. ഇന്ത്യയിലെ പണപ്പെരുപ്പം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 1975 സമയത്ത് ഗവൺമെന്റ് RBIക്ക് ഒരു അഡീഷണൽ പവർ ഗവൺമെന്റ് ഗ്രാന്റ് ചെയ്യുകയാണ് in order to control inflation. And during this fifth plan, നോക്കുവാണെങ്കിൽ the first non-Congress government came at the center. നമ്മുടെ ഇന്ത്യയിലെ ആദ്യ നോൺ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് ഫിഫ്ത്ത് പ്ലാൻ പീരീഡിലാണ്. 1977 ഇലക്ഷനിലാണ് ഇന്ത്യയിലെ ആദ്യ നോൺ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. It was led by മൊറാർജി ദേശായി ആണ്. ആൻഡ് ഈ സമയത്ത് നോക്കുവാണെങ്കിൽ when this ജനതാ പാർട്ടി or the മൊറാർജി ദേശായി led government came at the center, ഇവർ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന നടപ്പിലാക്കൊണ്ടിരുന്ന ഫിഫ്ത്ത് പ്ലാൻ എന്ത് ചെയ്തു? ടെർമിനേറ്റ് ചെയ്തു. സോ നമ്മൾ കാണുവാണെങ്കിൽ 1974 to 79 ആയിരുന്നു ഫിഫ്ത്ത് പ്ലാനിന്റെ അനൗൺസ്മെന്റ് ടൈം പീരീഡ് പറഞ്ഞത്. എന്നാൽ 1978 ആയപ്പോൾ എന്ത് ചെയ്തു? ഫിഫ്ത്ത് പ്ലാനിങ് ടെർമിനേറ്റ് ചെയ്തു. ആൻഡ് അതിനുശേഷം ദ മൊറാർജി ദേശായി ലെഡ് ഗവൺമെന്റ് ദേ അനൗൺസ്ഡ് എ ന്യൂ പ്ലാൻ. അതാണ് റോളിംഗ് പ്ലാൻ. അതിലേക്ക് വരാം. അതിന് മുന്നേ നോക്കുവാണെങ്കിൽ ഡ്യൂറിംഗ് ദിസ് ഫിഫ്ത്ത് പ്ലാൻ ദ ഇൻഫ്ലേഷൻ വാസ് കൺട്രോൾഡ്, ദ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഗ്രോ ബൈ 4.2 ആൻഡ് ഗ്രോത്ത് ടാർഗറ്റ് നോക്കുമ്പോൾ 5.2% growth was achieved during this fifth plan.
And now it is rolling plan. So 1978 ഈ ഒരു പ്ലാൻ ജനതാ പാർട്ടി ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ സി റോളിംഗ് പ്ലാന്റെ പ്രത്യേകത, ഇത് ഒരു എന്താണ്, ഒരു ഫിക്സഡ് മോഡൽ അല്ല, ഒരു ഫിക്സഡ് പ്ലാൻ അല്ല. നമ്മുടെ 5 പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഫിക്സഡ് പ്ലാൻ ആണ്. അതായത് ഇപ്പം വൺസ് ദ പ്ലാൻ ഈസ് അനൗൺസ്ഡ്, പ്ലാൻ ഒരിക്കൽ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടാർഗറ്റ് എന്ത് ചെയ്യുന്നില്ല, റിവേഴ്സ് ചെയ്യുന്നില്ല, റിവൈസ് ചെയ്യുന്നില്ല. സോ ഒരിക്കൽ പ്ലാൻ അനൗൺസ് ചെയ്യുമ്പോൾ എന്താണോ ടാർഗറ്റ്, അത് തന്നെ ആയിരിക്കും എന്ത് അച്ചീവ് ചെയ്യാൻ ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്യുന്നത്. സോ ഇപ്പൊ നോക്കുമ്പോൾ പറയാണ് 5th പ്ലാൻ സമയത്ത് ഗവൺമെന്റ് പറയുന്നു ടു ഇൻക്രീസ് ദ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ബൈ 10% എന്ന ടാർഗറ്റ് വെക്കുകയാണ്. സോ ഇതെന്താണ്, ആ എൻറ്റയർ 5 year പീരീഡിലും ഈ ടാർഗറ്റിന് വേണ്ടിയാണ് എന്ത് ഗവൺമെന്റ് എയിം ചെയ്യുന്നത്. ഇതാണ് ഒരു ഫിക്സഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഒരു ഫിക്സഡ് മോഡലായിരുന്നു നമ്മുടെ പഴയ 5 year പ്ലാൻ. എന്നാൽ റോളിംഗ് പ്ലാൻ എന്ന് പറയുമ്പോൾ ആസ് ദ നെയിം പോലെ തന്നെ, ആസ് ദ നെയിം സജസ്റ്റ്, യു ക്യാൻ സി ഈ പ്ലാന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് എ കണ്ടിന്യൂയിങ് മോഡലാണ്. കണ്ടിന്യൂയിങ് മോഡലാണ്. അതായത് ഓരോ വർഷവും ഗവൺമെന്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. ഒരു പ്ലാൻ അവതരിപ്പിച്ചു കഴിഞ്ഞ് ഇപ്പൊ റോളിംഗ് പ്ലാൻ 78 വന്ന ശേഷം ഓരോ വർഷവും ഗവൺമെന്റ് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ, ഗവൺമെന്റ് ഈസ് അനൗൺസിംഗ് ദ ബഡ്ജറ്റ്, ഗവൺമെന്റ് എന്ത് ചെയ്യാം, ആ പ്ലാനിലെ റിവിഷൻ കൊണ്ടുവരാം. ആ പ്ലാനിലെ ടാർഗറ്റുകൾ, ആ പ്ലാനിലെ ലക്ഷ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഗവൺമെന്റിന് റിവൈസ് ചെയ്യാം. ഇതുകൊണ്ടാണ് ഇതിനെ കണ്ടിന്യൂയിങ് മോഡൽ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ റോളിംഗ് പ്ലാനിന്റെ ആശയം ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് ഗുണ്ണാർ മിഡലാണ്, കാൾ ഗുണ്ണാർ മിഡൽ. സോ ഹി വാസ് ദ എക്കണോമിസ്റ്റ്, ഇദ്ദേഹം നോബൽ ലോറേറ്റ് ആണ്. പിൽക്കാലത്ത് നോബൽ പ്രൈസ് കിട്ടുന്ന വ്യക്തിയാണ്, നോബൽ ലോറേറ്റ് ഇൻ എക്കണോമിക്സ്. സോ ഇദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്നതാണ് ഈ റോളിംഗ് പ്ലാൻ. അദ്ദേഹം പറഞ്ഞത് ദിസ് റോളിംഗ് പ്ലാൻ വിൽ ബി ബെനിഫിഷ്യൽ ഫോർ ഡെവലപ്പിംഗ് ആൻഡ് അൺഡെവലപ്ഡ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസിനും അതുപോലെ പൂർ കൺട്രീസിനും അവരുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഉതകുന്നതാണ് റോളിംഗ് പ്ലാൻ എന്നാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്നത്. ഇത് കൂടാതെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, അറിയുന്നത് മാത്രം മതി. ഇത് കൂടാതെ തന്നെ കുറെ ഫീച്ചർ ഉണ്ട്, പക്ഷെ എക്സാം ഒരു ഫീൽ വി നീഡ് ടു നോ ഓൺലി ദിസ് ഫീച്ചർ. എന്താ, ഒരു കണ്ടിന്യൂ മോഡലായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാം, റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ ഇൻ ദിസ് റോളിംഗ് പ്ലാൻ ദ ഗവൺമെന്റ് ക്യാൻ പ്രപ്പോസ് ലോങ് ടേം ടാർഗറ്റ് ആൾസോ. ഷോർട്ട് ടേം ടാർഗറ്റ് അല്ലാതെ, 5 വർഷത്തെ ടാർഗറ്റ് അല്ലാതെ ലോങ് ടേം ടാർഗറ്റ് എന്ത് ചെയ്യാം, ഗവൺമെന്റിനെ പ്രപ്പോസ് ചെയ്യാൻ പറ്റും. സോ റോളിംഗ് പ്ലാന്റെ പ്രത്യേകത എന്താണ്, ഒന്ന് കണ്ടിന്യൂയിങ് മോഡലാണ്, ഒരു കണ്ടിന്യൂയിങ് പ്ലാൻ ആണ്. ഈച്ച് ഇയർ ദ ടാർഗറ്റ് ക്യാൻ ബി റിവൈസ്ഡ്. അതുപോലെ തന്നെ ഷോർട്ട് ടേം ടാർഗറ്റ് ഉണ്ട്, ഓരോ വർഷം ടാർഗറ്റ് വെക്കാം. അതുപോലെ ലോങ് ടേം ടാർഗറ്റ്, അതായത് 15 year ഒക്കെ ഉള്ള ടാർഗറ്റ് എന്ത് ചെയ്യാം, വേണമെങ്കിൽ വെക്കാൻ പ്രൊവിഷൻ ഉണ്ട് ഇൻ ദിസ് റോളിംഗ് പ്ലാൻ. ആൻഡ് വേരിയസ് ഇവന്റ്സ് നോക്കുവാണെങ്കിൽ ഡ്യൂറിംഗ് ദിസ് റോളിംഗ് പ്ലാൻ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ റോളിംഗ് പ്ലാൻ സമയത്തല്ല അദ്ദേഹം പറഞ്ഞ, അതിന് മുന്നെയാണ്, ഡ്യൂറിംഗ് ദിസ് ടൈം പീരീഡ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പുതിയ സോഫ്റ്റ് ഡ്രിങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സർക്കാർ ഓൺഡ് ബ്രാൻഡ്, സർക്കാർ ഓൺ ചെയ്യുന്ന ഒരു സോഫ്റ്റ് ഡ്രിങ്ക്, സർക്കാർ നിർമ്മിക്കുന്ന ഒരു സോഫ്റ്റ് ഡ്രിങ്ക്, അതാണ് 77. സോ 1977 ഈ പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക് ഇന്ത്യയിൽ വരുന്നത്. ആൻഡ് അതിന്റെ പേര് 77 ആണ്. 77. And you can see it is an Indian soft drink brand, and it was introduced to compensate the quitting of Coca-Cola from Indian market. So 1977, post the inception of Janata Party, Janata government adhikarathu vanna shesham, they introduced several policies which was not supported by foreign MNCs. ഇപ്പൊ നമ്മുടെ ഇന്ത്യയില് 1977 ജനതാ പാർട്ടി വന്ന ശേഷം ഇവർ ചില ഫോറിൻ നയങ്ങൾ കൊണ്ടുവന്നു. പ്രത്യേകിച്ച് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ കൊണ്ടുവന്നു. ഫെറർ ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്, ഈ ഒരു ആക്ട് ഇതാക്കി, ഫെറ കൊണ്ടുവരുന്നതല്ല, ഫെറ ഇതാക്കി, എന്താ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കി. സോ കൊണ്ടുവരുന്നതിന് മുന്നേ ആണ്. എന്നാൽ when this Janata Party came into power, they made this FERA Act stricter ആക്കി. അത് പ്രകാരം ഒരു ഫോറിൻ കമ്പനിക്ക് ഇന്ത്യയിൽ അതിന്റെ ബിസിനസ് നടത്തണമെങ്കിൽ there should be Indian stake also, ഇന്ത്യക്കാരുടെ ഓണർഷിപ്പ് അതിന് ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ഒരു ഫോറിൻ കമ്പനി ഇന്ത്യയില് ബിസിനസ് റൺ ചെയ്യുമ്പോൾ ഇന്ത്യക്കാരുടെ ഓണർഷിപ്പ്
ഇന്ത്യൻ സ്റ്റേക്ക് അതിലുണ്ടായിരിക്കണം എന്നൊരു ഡിമാൻഡ് വെക്കുന്നുണ്ട് ഇൻ ദിസ് ഫെയർ ആക്ട്. അതുപോലെ തന്നെ വി ക്യാൻ സി സർക്കാരിന്റെ FDI പോളിസി അല്ലെങ്കിൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് പോളിസി, അതും എന്താണ്, അഗെയിൻസ്റ്റ് ദ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലായിരുന്നു അത് ജനതാ പാർട്ടിയുടെ സമയത്തെ നയങ്ങൾ. കാരണം ജനതാ പാർട്ടി ലീഡ് ചെയ്തത് നോക്കുവാണെങ്കിൽ കുറെ പാർട്ടീസ് ഉണ്ട്, അല്ലെ കുറെ ആളുകളുണ്ട്. അതിൽ ഒരു സോഷ്യലിസ്റ്റ് ലീഡർ ആയിരുന്നു ജോർജ് ഫെർണാണ്ടസ്. നിങ്ങൾ ഈ ഇടയ്ക്ക് കേട്ട് കാണും, ഒരു കുറച്ചു കാലം മുന്നേ അദ്ദേഹം മരിച്ചു. എനിക്ക് 2-3 years before he died. ജോർജ് ഫെർണാണ്ടസ്. ആൻഡ് ഹി വാസ് എ സോഷ്യലിസ്റ്റ് ഫിഗർ ആയിരുന്നു. ജനതാ ഗവൺമെന്റിലെ ഒരു സോഷ്യലിസ്റ്റ് ഫിഗർ ആയിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹമായിരുന്നു വ്യവസായ മന്ത്രി ആ സമയത്ത്. ഹി വാസ് ദ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ. ആൻഡ് ഇദ്ദേഹമാണ് ഈ പറഞ്ഞ വ്യവസായ നയം 1977 നേരത്തെ ഉണ്ടായിരുന്ന 56 ഇൻഡസ്ട്രിയൽ പോളിസി ഒന്ന് റിവൈസ് ചെയ്യുന്നുണ്ട്. അതിനൊന്ന് റിവൈസ് അല്ല, അതിൽ കുറച്ച് അമെൻഡ്മെന്റ്സ് വരുന്നുണ്ട്, അഡീഷൻസ് വരുന്നുണ്ട്. ആൻഡ് ഇൻ ദാറ്റ് അഡീഷൻ യു ക്യാൻ സി നമ്മുടെ FDI ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എന്താ ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാൻ ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്യുന്നു. അതുപോലെ ഫെറാക്ടിനകത്ത് ഈ പറഞ്ഞ വിദേശ നിക്ഷേപത്തിനെതിരെ അല്ലെങ്കിൽ ഫോറിൻ കമ്പനികളുടെ ഇൻവെസ്റ്റിനെതിരെ ഒരു പോളിസി വരുന്നു. അതാ പറഞ്ഞേ അച്ഛാ, എന്താ ഇന്ത്യൻ സ്റ്റേക്കുകൾ നിർബന്ധമാക്കി. അത് കൊക്കോള കമ്പനി ഇന്ത്യ വർക്ക് ചെയ്യുമ്പോൾ ഇന്ത്യൻ ഷെയർസ് ഉണ്ടായിരിക്കണം എന്നൊരു നിബന്ധന വെക്കുന്നു. ആൻഡ് ഇതെല്ലാം എന്താ കൊക്കോളയ്ക്ക് സമ്മതിക്കാൻ കഴിഞ്ഞില്ല. അവരെന്ത് ചെയ്തു, ഇന്ത്യൻ മാർക്കറ്റ് ക്വിറ്റ് ചെയ്തു. ആൻഡ് അങ്ങനെ ആ സമയത്ത് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തതാണ് ഈ 777 എന്ന ഡ്രിങ്ക്. ആൻഡ് ഇറ്റ് വാസ് മാർക്കറ്റഡ് ബൈ മോഡേൺ ഫുഡ് ഇൻഡസ്ട്രീസ് എന്നൊരു കമ്പനിയാണ് ഇത് മാർക്കറ്റ് ചെയ്തത്, അത് മാനുഫാക്ചർ ചെയ്തത്. ഇത് സർക്കാർ ഓൺ ചെയ്യുന്ന കമ്പനിയായിരുന്നു, മോഡേൺ ഫുഡ് ഇൻഡസ്ട്രീസ്. ഈ ഒരു കമ്പനി പിന്നീട് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് ഇല്ലേ, അവരേറ്റെടുത്തു പിൽക്കാലത്ത്. ഈ 2000 മറ്റോ ഈ ഒരു കമ്പനി പ്രവർത്തനം നിന്നു. ആൻഡ് ഈ കമ്പനി മറ്റേ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് ഏറ്റെടുത്തു. ആൻഡ് ഈ ഒരു സോഫ്റ്റ് ഡ്രിങ്കിന്റെ ഫോർമുല തയ്യാറാക്കിയത് സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ ഒരു ഡ്രിങ്കിന്റെ ഫോർമുല തയ്യാറാക്കുന്നത്. പറയട്ടെ, ഈ സോഫ്റ്റ് ഡ്രിങ്ക് അത്ര വിജയിച്ചില്ല. അതിന് കാരണം ഒന്ന്, കൊക്കോളയെ കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. കൊക്കോളയുടെ ആ ഒരു ടേസ്റ്റ് ആൾക്കാർക്ക് മറക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ ആ സമയത്ത് തന്നെ തംസപ്പ് പോലുള്ളപ്പോൾ ഒരു ബ്രാൻഡ് വരുന്നുണ്ട്. തംസപ്പ് അല്ലേ നമ്മളിപ്പോ കാണുന്ന തംസപ്പ് ഒക്കെ ആ സമയത്ത് വരുന്നതാണ്, കൊക്കോള പോഷൻ വരുന്നതാണ്. സോ കൊക്കോള പോഷൻ വരുന്ന തംസപ്പ് അതിനെന്താ ഒരു ഡിമാൻഡ് വരുന്നു, കാരണം അതിന് ടേസ്റ്റ് കുറച്ചുകൂടെ മെച്ചമായിരുന്നു. എന്നാൽ നമ്മുടെ 777 ടേസ്റ്റ് ആൾക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ കമ്പനി അത്ര ഇതിൽ പോയില്ല. പിന്നെ 1980 ഒക്കെ അപ്പോൾ ഇന്ദിരാഗാന്ധി വന്നു. ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു, ഈ ഒരു ബ്രാൻഡിന് വലിയ ഫോക്കസ് കൊടുത്തില്ല. അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡിന്റെ മാനുഫാക്ചറിങ്ങോ അതിന്റെ പ്രൊമോഷനോ ഒന്നും അധികം ഫോക്കസ് ഇന്ദിരാഗാന്ധി ഭാഗത്തുനിന്നും ഉണ്ടായില്ല. കാരണം 777 എന്ന് പറയുമ്പോൾ തന്നെ ഇന്ദിരാഗാന്ധിക്ക് എന്താ 77 ലക്ഷം ഓർമ്മ വരും. സോ അതുകൊണ്ട് ഷീ ഡിഡ് നോട്ട് ഫോക്കസ് മച്ച് ഓൺ ദിസ് ഡ്രിങ്ക് എന്നാണ് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഡ്യൂറിംഗ് ദിസ് റോളിംഗ് പ്ലാൻ പീരീഡ് നമ്മുടെ പുതിയ ഇൻഡസ്ട്രിയൽ പോളിസി, അത് പുതിയ പോളിസി ആക്ച്വലി ദിസ് ഇസ് ആക്ച്വലി നോട്ട് എ ന്യൂ പോളിസി. ഒരു പുതിയ പോളിസി അല്ല, നേരത്തെ ഉണ്ടായിരുന്ന പോളിസി അമെന്റ്മെന്റ് ആണ്. ന്യൂ അമെന്റ്മെന്റ് ഇൻ ദ പോളിസി, ന്യൂ അമെന്റ്മെന്റ് ഇൻ ദ ഇൻഡസ്ട്രിയൽ പോളിസി നമ്മള് ഗവൺമെന്റ് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ നമ്മുടെ PD സിസ്റ്റം, പൊതുധന സംവിധാനം, അതിപ്പോ കാണുന്ന രീതിയിലേക്ക് ഒരു യൂണിവേഴ്സൽ സ്കീമായിട്ട് ഗവൺമെന്റ് റീവാം ചെയ്തു. സോ ഡ്യൂറിംഗ് ദിസ് പീരീഡ് യു ക്യാൻ സി the PD system was revamped into a universal scheme for distribution of subsidized foods. And also കുടിൽ വ്യവസായങ്ങൾക്ക്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് ഒരു ഫോക്കസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 1977 സമയത്ത് നമ്മുടെ സെക്കൻഡ് കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നു. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സെക്കൻഡ് കമ്മിറ്റി, ഫസ്റ്റ് കമ്മിറ്റി ഏതായിരുന്നു, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. സെക്കൻഡ് കമ്മിറ്റിയാണ് Ashok Mehta Committee. Ashok Mehta Committee. And this committee has recommended a two-tier structure for PRI. നമ്മുടെ നിലവിലുള്ള പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു 2-tier സ്ട്രക്ചർ ആണ് പ്രപ്പോസ് ചെയ്യുന്നത്. ബൽവന്ത് റായ് മേത്ത സജസ്റ്റ് ചെയ്യുന്ന 3-tier ആണ്. അശോക് മേത്ത സജസ്റ്റ് ചെയ്യുന്ന 2-tier ആണ്. ജില്ലാ പരിഷത്ത്, മണ്ഡൽ പഞ്ചായത്ത്, ഇന്ന് 2-tier ആണ് ഇത് പ്രപ്പോസ് ചെയ്യുന്നത്. അതുപോലെ 1980 എന്ത് ചെയ്തു, നമ്മുടെ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരികയാണ്. നമ്മുടെ ജനതാ പാർട്ടി അവരുടെ ടെനുവർ 1980 അപ്പം എന്താ ടെനുവർ നിന്നല്ല, അവര് രാജിവെച്ചു. കാരണം ഭൂരിപക്ഷം ഇല്ലാണ്ട് അവരെന്ത് ചെയ്തു, രാജിവെച്ചു. ആൻഡ് 1980 പുതിയ ഇലക്ഷൻ വരുന്നു. ആൻഡ് ഡ്യൂറിംഗ് ദാറ്റ് ഇലക്ഷൻ
എപ്പോഴും തിരുമ്പി പോയോ അപ്പോഴത്താൻ തിരുമ്പി വന്നു. നമ്മുടെ ഇന്ദിരാഗാന്ധി എങ്ങനെ പരാജയപ്പെട്ടോ അതിനേക്കാൾ 10 മടങ്ങ് ശക്തിയിൽ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്യാണ്, തിരിച്ചു വരികയാണ്. സോ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് 1977 ഇലക്ഷനിൽ ആൾക്കാർ എന്താണ്, ഒന്ന് ഇന്ദിരാഗാന്ധി ഒരു കൊട്ടു കൊടുത്ത എന്താ, അധികം അങ്ങ് പോണ്ട, നമ്മളൊക്കെ നോക്കണം എന്ന് പറഞ്ഞാ പറയുന്നത്. കാരണം എന്താ, 1980 ഇലക്ഷൻ നോക്കുവാണെങ്കിൽ വൻ ഭൂരിപക്ഷത്തിലാണ്. കാരണം മാസീവ് വിക്ടറിയാണ് ഇന്ദിരാഗാന്ധി ഉണ്ടാകുന്നത് 1977 ഇലക്ഷനിൽ. മാസീവ് വിക്ടറി ഫോർ ഇന്ദിരാഗാന്ധി 1980 ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി ജയിച്ചു. അതുപോലെ കോൺഗ്രസും ഓൾ ഇന്ത്യ വൻ ഭൂരിപക്ഷത്തിൽ എന്താ ജയിക്കുകയാണ്. ആൻഡ് യു ക്യാൻ സി ആഫ്റ്റർ ഇന്ദിരാഗാന്ധി കെയിം ഇൻ ടു പവർ, ഇന്ദിരാഗാന്ധി ചെയ്ത ആദ്യ കാര്യം എന്താണ്, റോളിംഗ് പ്ലാനെ ടെർമിനേറ്റ് ചെയ്തു. സോ റോളിംഗ് പ്ലാൻ എന്ത് ചെയ്തു, 1980 ടെർമിനേറ്റ് ചെയ്തു. ആൻഡ് അതുപോലെ തന്നെ 1978, 79, 1979, 80 ഇതായിരുന്നു റോളിംഗ് പ്ലാൻ ടൈം പീരീഡ്. ആൻഡ് ഇതില് 1978, 79 ഇന്ദിരാഗാന്ധി 5th പ്ലാനിലേക്ക് എന്ത് ചെയ്തു, മേർജ് ചെയ്തു. ആ ഒരു ടൈം പീരീഡിലെ ഫണ്ട് ലൊക്കേഷൻ ഒക്കെ 5th പ്ലാനിലേക്ക് എന്ത് ചെയ്തു, മേർജ് ചെയ്തു. അങ്ങനെ ഒഫീഷ്യലി സർക്കാർ ഡോക്യുമെന്റില് അങ്ങനെ ഒഫീഷ്യലി 5th പ്ലാൻ ടൈം പീരീഡ് 1974 to 79 ആയി. ആക്ച്വലി എന്താണ് 78 ടെർമിനേറ്റ് ചെയ്യപ്പെട്ടതാണ്. പക്ഷെ 1980 അധികാരത്തിൽ വന്നപ്പോ 78, 79 സ്പെൻഡിങ്, ആ സമയത്തുള്ള ചെലവുകളും വരുമാനവും, ആ സമയത്തെ ചെലവുകളൊക്കെ എന്ത് ചെയ്തു, ഈ പറഞ്ഞ 5th പ്ലാൻ ഡോക്യുമെന്റിലേക്ക് അല്ലെ 5th പ്ലാന്റെ ടൈം പീരീഡിലേക്ക് നമ്മൾ മേർജ് ചെയ്തു. അങ്ങനെ 5th പ്ലാൻ ഒഫീഷ്യലി ഒരു 5-year പ്ലാൻ ആയി. അങ്ങനെ റോളിംഗ് പ്ലാനിന്റെ റെമനന്റ് എന്ന് പറഞ്ഞാൽ, റോളിംഗ് പ്ലാനിന്റെ അവശേഷിപ്പ് എന്ന് പറഞ്ഞാൽ ആകെ ഒരൊറ്റ വർഷമേ ഉള്ളൂ, 1979, 80 മാത്രമേ വരുന്നുള്ളൂ. ആൻഡ് ഇന്ദിരാഗാന്ധി കോൾഡ് ദിസ് ആസ് ആൻ ആനുവൽ പ്ലാൻ. ഇതിനെ ഒരു ആനുവൽ പ്ലാൻ എന്ന രീതിയിൽ എന്ത് ചെയ്തു, ഇന്ദിരാഗാന്ധി വിളിച്ചു. സോ ദിസ് വാസ് ദ റോളിംഗ് പ്ലാൻ പീരീഡ്. ആൻഡ് നെക്സ്റ്റ് ഈസ് 6th പ്ലാൻ ആണ്. 1980 to 85 ടൈം പീരീഡ് ഇന്ദിരാഗാന്ധി ആയിരുന്നു ചെയർമാൻ. ഒബ്ജക്റ്റീവ് പറയുമ്പോൾ പോവർട്ടി എറാഡിക്കേഷൻ, ടെക്നോളജിക്കൽ സെൽഫ് റിലയൻസ്, കൺട്രോളിംഗ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ഇതായിരുന്നു 6th പ്ലാനിന്റെ മേജർ അജണ്ട. ആൻഡ് ഈ ഒരു സമയത്ത് വി ക്യാൻ സി ടുവാർഡ്സ് ദ ബിഗിനിങ് ഓഫ് ദിസ് പ്ലാൻ നമ്മുടെ 6 ബാങ്ക്സ് വെയർ നാഷണലൈസ്ഡ് April 15, 1980. അതുപോലെ ഡ്യൂറിംഗ് ദി 6th പ്ലാൻ ലോട്ട് ഓഫ് സ്കീംസ് വെർ ലോഞ്ച്ഡ് ബൈ ഇന്ദിരാഗാന്ധി. ധാരാളം സ്കീംസ് ഈ സമയത്ത് ലോഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. അതിലൊരു സ്കീമാണ് ട്രിസം, ട്രെയിനിങ് ഫോർ റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്. സോ നമ്മുടെ ഗ്രാമീണ മേഖലയിലുള്ള യൂത്തിന് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കുക, അതായിരുന്നു ഈ സ്കീമിന്റെ പ്രത്യേകത. ഈ സ്കീം നേരത്തെ വരുന്നതാണ്, നമ്മുടെ ജനതാ പാർട്ടി സമയത്ത് വരുന്നതാണ് കേട്ടോ. ജനതാ പാർട്ടിയുടെ സമയത്താണ് ഈ സ്കീം ലോഞ്ച് ചെയ്യുന്നത്, അനൗൺസ് ചെയ്യുന്നത്. എന്നാൽ ഈ സ്കീം നേഷൻ വൈഡ് ആയിട്ട് ഇന്ത്യ ഒട്ടുക്ക് ഇംപ്ലിമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്തത് 1980 ആണ്. സോ when it was launched in 1979, എന്താണ് അത് നടത്തിപ്പോ വരുന്നില്ല. 1980 എന്ത് ഇതിന്റെ ഒരു നേഷൻ വൈഡ് ഇംപ്ലിമെന്റേഷൻ ഇന്ദിരാഗാന്ധി നടത്തുന്നത്. അതുപോലെ തന്നെ ഡ്യൂറിംഗ് ദി 6th പ്ലാൻ നമ്മുടെ NDC, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, ചേഞ്ച്ഡ് ദ ഫോർമുല ഫോർ അലോക്കേറ്റിംഗ് ഫണ്ട്സ് ടു സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കൊടുക്കുന്ന ഫണ്ടിന് വേണ്ടിയുള്ള ഫോർമുല അതെന്ത് ചെയ്തു, NDC അമെൻഡ് ചെയ്തു, NDC അത് റിവൈസ് ചെയ്തു. അതാണ് മോഡിഫൈഡ് ഗാർഗിൽ ഫോർമുല. ആൻഡ് മോഡിഫൈഡ് ഗാർഗിൽ ഫോർമുല പ്രകാരമാണ് പിന്നെയുള്ള വർഷം 6th പ്ലാനിലും 7th പ്ലാനിലും അതുപോലെ 1991 വരെയുള്ള സമയത്ത് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ സി ഇത് ചേഞ്ച് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണ്ടല്ലോ ഈ 4th പ്ലാനിലെ ഗാർഗിൽ ഫോർമുല വരുമ്പോൾ there was a criteria, ഓൺ ഗോയിങ് ഇറിഗേഷൻ പറ്റുന്ന കണ്ടായിരുന്നു. ഓൺഗോയിങ് ഇറിഗേഷൻ ആൻഡ് പവർ പ്രൊജക്ട്സ്, ഓൺഗോയിങ് ഇറിഗേഷൻ ആൻഡ് പവർ പ്രൊജക്ട്സ്, ഈ സാധനം എന്ത് ചെയ്തു, റിവൈസ് ചെയ്ത് തീരുമാനിച്ചു. ഇതാണ് മാറ്റുന്നത്. സോ ദ മോഡിഫൈഡ് ഗാർഗിൽ ഫോർമുല, ദിസ് വൺ ഓൺഗോയിങ് ഇറിഗേഷൻ ആൻഡ് പവർ പ്രൊജക്ട്സ്, ഇതാണ് മാറ്റം വരുന്നത് 6th ഈ മോഡിഫൈഡ് ഗാർഗിൽ ഫോർമുലയിൽ. അങ്ങനെ 6th പ്ലാനിൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്തത് ആസ് പെർ മോഡിഫൈഡ് ഗാർഗിൽ ഫോർമുല ഉപയോഗിച്ചാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഈ സമയത്ത് വരുന്ന സ്കീംസ്, ഒന്ന് IRDP, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, മെയിൻലി എയിം ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് റൂറൽ ഏരിയ. ഇത് 78 ലോഞ്ച് ചെയ്തതാണ്, അനൗൺസ് ചെയ്തതാണ്. എന്നാൽ നേഷൻ വൈഡ് ഇംപ്ലിമെന്റേഷൻ എന്നത് 1980 ആണ്. അതുപോലെ NREP, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. സോ ഇത് 1980 ലോഞ്ച് ചെയ്തു. 81 മുതൽ ഓൾ ത്രൂ ഔട്ട് ഇന്ത്യയിൽ
ഇംപ്ലിമെന്റ് ചെയ്തു. ദെൻ RLEGP, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, ഗ്രാമീണ മേഖലയിലെ ഭൂരഹിതരായ ആളുകൾക്ക് ജോലി ഉറപ്പുവരുത്തുന്ന സ്കീമായിരുന്നു RLEGP സ്കീം. അതുപോലെ ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയ. സോ നോക്കുകയാണെങ്കിൽ പോസ്റ്റ് ദിസ് 1980 ഇലക്ഷൻ ഇന്ദിരാഗാന്ധി ജനകീയമായിട്ടുള്ള ധാരാളം സ്കീംസ്, ധാരാളം ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്യുകയാണ്. കാരണം ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലായി 1980 ഇലക്ഷനിൽ അവർ ആ സ്നേഹം കാണിച്ചു. 1977 വിട്ടുകൊടുത്തെങ്കിലും 1980 എങ്ങനെ പോയോ, നമ്മുടെ കബാലി പറയുന്ന പോലെ എപ്പടി പോയോ അപ്പടിത്താൻ തിരുമ്പി വന്നെന്ന് പറഞ്ഞ പോലെ തിരുമ്പി വന്നിട്ടേ ആ രീതിയിലായിരുന്നു. ആൻഡ് യു ക്യാൻ സി അതിന്റെ ഭാഗമായിട്ട് ധാരാളം ഇനിഷ്യേറ്റീവ്സ് എന്താ ലോഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ആൾസോ 6th plan was the plan which focused on infrastructure development. So there was a focus for infrastructure, ആസ്തി വികസനത്തിന്, അസറ്റ് ബിൽഡിങ്ങിന് അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. റോഡുകള്, പാലങ്ങള്, ഇതേ പുള്ളി ജീവിച്ചില്ല, അത് പോട്ടെ. സോ ദാറ്റ് വാസ് അബൌട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. സോ ആസ്തി വികസനത്തിന് ഫോക്കസ് വരുന്നുണ്ട്. അതേപോലെ ഡ്യൂറിംഗ് ദിസ് ഇവന്റ്, സോ ഡ്യൂറിംഗ് ദിസ് ടൈം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, നിങ്ങൾക്ക് അറിയാമായിരിക്കും, സുവർണക്ഷേത്രത്തിലെ മിലിറ്ററിയുടെ ഒരു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ദിരാഗാന്ധി അസസിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് 1984 ഇന്ദിരാഗാന്ധിയുടെ അസസിനേഷൻ. ആൻഡ് യു ക്യാൻ സി നമ്മുടെ 6th പ്ലാന്റെ ഗ്രോത്ത് നോക്കുമ്പോൾ 5.69% ഗ്രോത്ത് 6th പ്ലാൻ അച്ചീവ് ചെയ്യുന്നുണ്ട്. ടാർഗറ്റ് 5.2 ആയിരുന്നു. സോ ടാർഗറ്റിനേക്കാൾ ഉയർന്ന രീതിയിൽ അച്ചീവ് ചെയ്യുന്നുണ്ട്. അതുപോലെ പോവർട്ടി റേഷ്യോ നോക്കൂ, 1977-78 48.3 ആയിരുന്നു പോവർട്ടി എങ്കിൽ 1983-85 പോവർട്ടി റേഷ്യോ 37 ആയി. ഏകദേശം 10% മേലെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ഈ ഒരു പ്ലാനിൽ കഴിയുന്നുണ്ട്. ആൻഡ് ആൾസോ ഡ്യൂറിംഗ് ദിസ് ടൈം നമ്മുടെ DRDO, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഇന്റഗ്രേറ്റഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ കണ്ടു 6th പ്ലാനിന്റെ ഫോക്കസ് ഏരിയ നോക്കുമ്പോഴേ പോവർട്ടി എഡ്യൂക്കേഷൻ, ടെക്നോളജിക്കൽ സെൽഫ് റിലയൻസ് ഇല്ലേ, ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് IGMDP വരുന്നത്, ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ദിസ് വാസ് ലോഞ്ച്ഡ്. ആൻഡ് ഇത് പ്രകാരമാണ് അഗ്നി, നാഗ്, പൃഥ്വി, തൃശൂർ പോലുള്ള കുറെ മിലിറ്ററി എക്യുപ്മെന്റ്, മിലിറ്ററി വെപ്പൺസ് ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ഈ ഒരു ഇവന്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തത് നമ്മുടെ ദ മോസ്റ്റ് ബിലവഡ് ഫോമർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം ആയിരുന്നു. അദ്ദേഹമായിരുന്നു ഈ ഒരു ഇവന്റ്, ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തത്. സോ ക്വസ്റ്റ്യൻ ഒക്കെ നാളെ നോക്കാം. വിൽ ഡിസ്കസ് ക്വസ്റ്റ്യൻസ് ലേറ്റർ. വിൽ ഡിസ്കസ് 7th round ഡിസ്കസ് ചെയ്ത് നമുക്ക് എൻഡ് ചെയ്യാം. സോ 7th പ്ലാൻ. സോ 1984 ഇന്ദിരാഗാന്ധി മരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് സിഖ് റൈറ്റ്, സിഖ് കൂട്ടകല ഉണ്ടാവും, സിഖ് റൈറ്റ് അല്ല, സിഖ് കൂട്ടകല ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ കേട്ട് കാണും. സോ 1984 ഈ പറഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ അസസിന് ശേഷമാണ്, കൊല്ലപ്പെട്ട ശേഷമാണ് ഈ പറഞ്ഞ സിഖ് കൂട്ടകല ഉണ്ടാവുന്നത്. അങ്ങനെ 1985 പുതിയ പ്ലാൻ വരുന്നു, 7th പ്ലാൻ. ടൈം പീരീഡ് ഈസ് 1985 to 90. ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ രാജീവ് ഗാന്ധിയാണ്. ദ ഡെപ്യൂട്ടി ചെയർമാൻ വാസ് മൻമോഹൻ സിംഗ് ആണ്. സോ മൻമോഹൻ സിംഗിന്റെ കാര്യം പറയുമ്പോൾ RBI ഗവർണർ ആയിട്ടുണ്ട് അദ്ദേഹം, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ആയിട്ടുണ്ട്, ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ആയിട്ടുണ്ട്, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിട്ടുണ്ട്. സോ ധാരാളം പോസ്റ്റ്, ധാരാളം നേട്ടം കൈവച്ച വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. ആൻഡ് ആൾസോ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് 7th പ്ലാൻ നോക്കുമ്പോൾ എംഫസൈസ്ഡ് ഓൺ റാപ്പിഡ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ, ദെൻ ഇൻക്രീസ്ഡ് എംപ്ലോയ്മെന്റ് ക്രിയേഷൻ, ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ ഫോക്കസ് ചെയ്യുന്നു. അതുപോലെ ജോലി, എംപ്ലോയ്മെന്റ് വർദ്ധിപ്പിക്കാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സെൽഫ് സഫിഷ്യന്റ് എക്കണോമിക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്നു. അതുപോലെ എക്സ്പോർട്ട് പ്രൊമോഷണൽ ഫോക്കസ്, യു ക്യാൻ സി ഇതൊക്കെ പുതിയ വരുന്നതാണ്. എക്സ്പോർട്ട് പ്രൊമോഷണൽ ഫോക്കസ് ഈ പറഞ്ഞ 7th പ്ലാനിൽ വരുന്നുണ്ട്. അതുപോലെ there was a focus on removal of poverty, elementary education, etc. ആൻഡ് ഈ സമയത്തെ വേരിയസ് ഇവന്റ്സ് നോക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന NREP പ്രോഗ്രാം ഉണ്ടല്ലോ, NREP പ്രോഗ്രാമും അതുപോലെ RLG പ്രോഗ്രാം, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, അതുപോലെ RLEGP പ്രോഗ്രാം, ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ഗവൺമെന്റ് ജവഹർ റോസ്കർ യോജന എന്നൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തു.
by combining NREP and RLAGP, a new program was launched by government. Adana Jawahar Roshgar Yojana. Otherwise, the third committee on Panchayat Raj institutions was formed 1986. Third committee on Panchayat Raj institutions established, and the committee has recommended the government to give constitutional status to Panchayat Raj institutions. നമ്മുടെ പഞ്ചായത്ത് രാജ് ബോർഡുകൾക്ക്, ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾക്ക് ഭരണഘടനാ പദവി നൽകാനായിട്ട് LSME കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് 1989 വേറൊരു കമ്മിറ്റി വരുന്നുണ്ട്, PK തുങ്കോൺ കമ്മിറ്റി. ആൻഡ് ഈ കമ്മിറ്റിയും എന്താണ്, ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഭരണഘടനാ പദവി നൽകാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ 1989 സമയത്ത് ടെലികോം കമ്മീഷൻ എന്നൊരു ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആൻഡ് യു ക്യാൻ സി, നമ്മുടെ രാജീവ് ഗാന്ധിയുടെ ഒരു ടൈമിലാണ് ഇന്ത്യയിലെ ടെലികോം മേഖലയിൽ, വാർത്താവിനിമയ രംഗത്ത് ധാരാളം ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട്. സോ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ഒരു റാപ്പിഡ് ആയിട്ടുള്ള ജമ്പ് ഉണ്ടാവുന്നത് രാജീവ് ഗാന്ധിയുടെ സമയത്താണ്. ആൻഡ് ഈ സമയത്ത് രാജീവ് ഗാന്ധിയുടെ അഡ്വൈസർ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ ഉണ്ട്, സാം പിട്രോഡ. നിങ്ങൾ കേട്ട് കാണും ഈ പേര്, സാം പിട്രോഡ. ഹി വാസ് ദ അഡ്വൈസർ ടു PM at that time. ആൻഡ് പക്ഷെ പറയട്ടെ, ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദിസ് പ്ലാൻ, സെവന്ത് പ്ലാന്റെ അവസാനം, നമ്മുടെ ഇന്ത്യ വാസ് ഫേസിംഗ് ദ ഇഷ്യൂ ഓഫ് അൺഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെന്റ്. മനസ്സിലായോ എന്താ ഇഷ്യൂ എന്ന്? ഇന്ത്യ വാസ് ഫേസിംഗ് ദ ഇഷ്യൂ ഓഫ് അൺഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെന്റ്. ദർ വാസ് ഡിക്ലൈൻ ഇൻ ദ ഫോറിൻ റിസർവ്. ഇന്ത്യയുടെ ഫോറിൻ റിസർവിൽ വലിയൊരു ഡിക്ലൈന് ആ സമയത്ത് ഉണ്ടാവുന്നുണ്ട്. എക്സ്പോർട്ട് കുറഞ്ഞു, ട്രേഡ് ഡെഫിസിറ്റ് വൈഡൻ ചെയ്തു, ഡെറ്റ് ഇൻക്രീസ് ചെയ്തു. ഇതായിരുന്നു ആ സമയത്തെ ഇഷ്യൂ. ആൻഡ് യു ക്യാൻ സി, ഈവൻ ദോ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഗ്രോത്ത് റേറ്റ് നോക്കുമ്പോൾ 6.01% ഗ്രോത്ത് സെവന്ത് പ്ലാൻ അച്ചീവ് ചെയ്യുന്നു. കാർഷിക മേഖലയായാലും മാനുഫാക്ചറിങ് ആയാലും അവിടെ എല്ലാം എന്താ ഗ്രോത്ത് വരുന്നുണ്ട്. സാമൂഹ്യക്ഷേമ മേഖലയ്ക്ക് മാത്രമാണ്, അല്ലെങ്കിൽ സോഷ്യൽ സെക്ടറിൽ മാത്രമാണ് എന്ത് ഈ ടാർഗറ്റിനേക്കാൾ കുറച്ച് താഴെപ്പെട്ടത്. ബാക്കി മേഖലയിലൊക്കെ എന്താ ഒരു ഗ്രോത്ത്, നമുക്ക് ഒരു ടാർഗറ്റ് ഗ്രോത്ത് അച്ചീവ് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും. ആൻഡ് അത് കഴിഞ്ഞ് ആഫ്റ്റർ ദ സെവന്ത് പ്ലാൻ, ദ ഗവൺമെന്റ് did not took initiative to launch a new plan. ഒരു പുതിയ പ്ലാൻ വീണ്ടും ലോഞ്ച് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറായില്ല. ആൻഡ് ഫോർ ദ 2 years, 1990 മുതൽ 92 വരെയുള്ള 2 വർഷക്കാലം, ദ ഗവൺമെന്റ് ലോഞ്ച്ഡ് ആനുവൽ പ്ലാൻസ് ലോഞ്ച് ചെയ്യുന്നത്. ഈ ആനുവൽ പ്ലാൻസിന് നയിക്കുന്ന കാരണം ഒന്ന്, നമ്മുടെ സാമ്പത്തിക ക്രൈസിസ് ആണ്, ദ ഇഷ്യൂ ഓഫ് BOP ക്രൈസിസ് ഇൻ ഇന്ത്യ. മറ്റൊന്ന് വോളറ്റൈൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. നമ്മുടെ കേന്ദ്രത്തില്, നമ്മുടെ സെൻട്രൽ ലെവലില് യു ക്യാൻ സി ഗവൺമെന്റ് മാറിക്കൊണ്ടേയിരിക്കുക, ഒരു ഗവൺമെന്റ് സ്റ്റേബിൾ വരുന്നില്ല. ഇപ്പോ രാജീവ് ഗാന്ധി കഴിഞ്ഞ് VP സിംഗ്, ചന്ദ്രശേഖർ, നരസിംഹറാവു എന്ന് പറഞ്ഞ് മൾട്ടിപ്പിൾ ഗവൺമെന്റ്സ് വന്നുകൊണ്ടിരിക്കുക. ഓരോ ഗവൺമെന്റ് മാറുന്നതനുസരിച്ച് അവരുടെ ഐഡിയ, അജണ്ട, പോളിസിക്ക് മാറിക്കൊണ്ടിരിക്കും. സോ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സെന്റർ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പുതിയ പ്ലാൻ ആ സമയത്ത് വന്നില്ല. അതുപോലെ ദ 8th പ്ലാൻ റിക്വയർസ് സം പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള കുറെ സജഷൻസ് ഉണ്ടായിരുന്നു 8th പ്ലാനിൽ. കാരണം 8th പ്ലാൻ ലോഞ്ച് ചെയ്യുന്ന അറിയാലോ നിങ്ങൾക്ക് 91 ശേഷമാണ്, ആഫ്റ്റർ ദ ന്യൂ എക്കണോമിക് പോളിസിക്ക് ശേഷമാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ 8th പ്ലാനിൽ ധാരാളം പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള സജഷൻസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൊണ്ട് എന്താ ഒരു പുതിയ പ്ലാൻ ഗവൺമെന്റ് ആ സമയത്ത് ഇനിഷ്യേറ്റ് ചെയ്തില്ല. അതിന് പകരം ആനുവൽ പ്ലാൻസ് ലോഞ്ച് ചെയ്തു. ആൻഡ് ഈ ആനുവൽ പ്ലാൻസിന്റെ പ്രത്യേകത, അതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈ എംപ്ലോയ്മെന്റ് ജനറേഷൻ ആയിരുന്നു, തൊഴിൽ കൂടുതൽ വർദ്ധിപ്പിക്കുക. അതായിരുന്നു എന്ത് പ്രയോറിറ്റൈസ് ചെയ്തത് during these 2 years. And this annual plans was also witnessed the introduction of new economic policy. നമ്മുടെ ഇന്ത്യയില് LPG റിഫോംസ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ന്യൂ എക്കണോമിക് പോളിസി, അതിന് ഇൻട്രൊഡക്ഷൻ വിറ്റ്നസ് ചെയ്ത വർഷം കൂടായിരുന്നു ഈ പറഞ്ഞ ആനുവൽ പ്ലാൻസ് എന്ന് പറഞ്ഞത്. സോ ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ നരസിംഹറാവു, ഫിനാൻസ് മിനിസ്റ്റർ Manmohan Singh. So this was about the annual plans. So now we will discuss the 8th plan and others from the next class. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള പ്ലാൻ ഡിസ്കസ് ചെയ്യാം.